ഇത്തരമൊരു അപകടം ഏത് സമയത്തും ഉണ്ടാകുമെന്നുള്ള പേടിയിലായിരുന്നു നമ്മളെല്ലാവരും. കാരണം ആലപ്പുഴയിൽ തന്നെ ആലപ്പുഴ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗർഡർ തകർന്നു വീണ് ഭാഗ്യത്തിന് ആർക്കും പരിക്ക് പറ്റാത്ത അന്തരീക്ഷമുണ്ടായി. എന്തുകൊണ്ട് അവിടെ അന്നേരം ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇതുണ്ടാകുമെന്നുള്ളത് പല പ്രാവശ്യം മുന്നറിയിപ്പ് കൊടുത്തതാണ്. കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ഒരു 4 തവണയെങ്കിലും ഞാൻ ഇത് സംബന്ധിച്ച് കത്തെഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ കലക്ടറേറ്റിൽ നിരവധി തവണ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഈ അരൂർ തുറവൂർ പാതയുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കാര്യക്ഷമമായ ഇടപെടലുണ്ടാകണം എന്നാവശ്യപ്പെട്ടിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ദേശീയപാത നിർമ്മാണം കേരളത്തിൽ എല്ലായിടത്തും നടക്കുന്നത് കൃത്യമായ രീതിയിൽ സർവീസ് റോഡുകൾ പൂർത്തിയാക്കാതെയാണ്. 40-ലധികം പേരുകളാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, 40-ലധികം പേരുകളാണ് ഈ അരൂർ തുറവൂർ പാതയിൽ മാത്രം സർവീസ് റോഡുമായി ബന്ധപ്പെട്ട ആക്സിഡന്റിൽ മരണപ്പെട്ടിരിക്കുന്നത്. മനുഷ്യജീവൻ ഒരു വിലയും കൽപ്പിക്കാത്ത ഈ സമീപനം മാറ്റണം, ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പല പ്രാവശ്യം കേന്ദ്രമന്ത്രിക്ക്, ദേശീയപാത അതോറിറ്റിക്ക് ഒക്കെ MP എന്ന നിലയിൽ നേരിട്ട് നിവേദനം കൊടുത്തതാണ്. അതുപോലെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ഈ മീറ്റിംഗ് എറണാകുളത്ത് കൂടിയപ്പോൾ അവിടെ നേരിട്ട് പോയി പരിശോധിച്ച് കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. ഈ ഗർഡർ പോലെയുള്ള ഇത്രയും ഭാരക്കൂടുതലുള്ള നിർമ്മാണം മുകളിൽ നടക്കുമ്പോൾ താഴെയുടെ ഗതാഗതം വ്യക്തമായി നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സൈൻ ബോർഡ് ഇത് പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടില്ല, പല പ്രാവശ്യം ഇവരോട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്താണ് ഇവരുടെ പ്രയോറിറ്റി എന്ന് തന്നെ അറിയില്ല. സർവീസ് റോഡുകളുടെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റും കുറ്റക്കാരാണ്. NHAIയിൽ നിന്നും 8 കോടി രൂപയോളം കൊടുത്തിട്ടും അത് ഒരു വർഷക്കാലമായിട്ട് സർക്കാർ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയായിരുന്നു. ആ സർവീസ് റോഡുകൾ, 2 ഭാഗത്തേക്കുള്ള സർവീസ് റോഡുകൾ മെച്ചപ്പെടുത്തിയെടുത്താൽ ഒരു പരിധിവരെ ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിക്കാൻ പറ്റും. ഇതൊന്നും അവിടെ ചെയ്തിട്ടില്ല. ഇനിയും എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ മരണങ്ങളോ അപകടമോ ഉണ്ടായി ചർച്ച ചെയ്യും. ഇനിയും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുണ്ടാകണം, അതുപോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകണം. ഇത് അങ്ങേയറ്റം സത്യത്തിലൊരു കൊലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അവിടെ ഓരോ ദിവസവും മനുഷ്യജീവനുകൾ ഇങ്ങനെ പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യവും പറഞ്ഞു, ഈ കാര്യം ഇപ്പോഴും കേന്ദ്ര മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഈ കാര്യത്തിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.